അങ്ങനെ കൺമണിയുടെ മൈലാഞ്ചി കല്യാണമാണ് നാളെ. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം കാണിക്കുന്നത് കൃഷി വീട്ടിലേക്ക് എത്തി അച്ഛനോടും അമ്മയോടും ഇന്നുണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ആ വെഡിങ് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിനിടയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം കൃഷി അച്ഛനോടും അമ്മയോടും പറയുകയാണ്. എന്നാൽ അത് കേട്ട് സാഗറിന് അതിനെന്തൊരു പന്തിക്കേട് തോന്നുകയാണ്. സാഗർ അത് കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. സാഗർ പിന്നെ കൃഷിയോട് എനിക്കെന്തോ കൃഷി ഇതിലെന്തൊരു പന്തിക്കേട് തോന്നുന്നു എന്ന് പറയുകയാണ്. ഇന്ന് ഓഫീസിൽ നടന്ന കാര്യങ്ങളും കൂടി കേൾക്കുമ്പോൾ എന്തൊക്കെയോ ചില പൊരുത്തക്കേടുകൾ എന്ന് പറയുകയാണ്. സത്യത്തിൽ മാനസ ചെയ്തത് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യം തന്നെയാണ്. പക്ഷെ ഒറ്റയടിക്ക് മാനസിക്ക് ഇങ്ങനെ നന്നാകാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതയും സാഗറിനെ പിന്താങ്ങുകയാണ്. എനിക്കും ഈ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. മാനസിക്ക് അങ്ങനെ ഒറ്റയടിക്ക് നന്നാകാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷി പിന്നെ അച്ഛനോട് അമ്മയോട് അയ്യോ അച്ഛാ അമ്മേ ഞാൻ പറഞ്ഞ സത്യമാണ്, മാനസ നന്നായി എന്ന് പറയുകയാണ്. ആദ്യം ഞാനും കരുതിയത് ഇതൊക്കെ മാനസികയുടെ നാടകമായിരിക്കുമെന്നാണ്. പക്ഷെ ആ ഫോട്ടോഷൂട്ടിനിടയിൽ സംഭവിച്ച കാര്യങ്ങൾ കാണുമ്പോൾ മാനസ ശരിക്കും നന്നായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാനസിയിലായിരുന്നെങ്കിൽ കൺമണിയെ അവരടിച്ചു വീഴ്ത്തുമായിരുന്നു എന്ന് പറയുകയാണ്. കൺമണിയെ രക്ഷപ്പെടുത്തിയത് സത്യത്തിൽ മാനസ തന്നെയാണ്. എന്നാൽ അത് കേട്ട് സാഗറിന് അപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സാഗർ വീണ്ടും ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. എന്തോ ഒരു തരികട ഇതിൽ മണക്കുന്നുണ്ടെന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇവരുടെ സംസാരമെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ് ആന്റിയമ്മ ഇതെല്ലാം കേട്ട് കിളിപോയി നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്ന മാനസിയാണ്. മാനസ സദാചാര ഗുണ്ടകളായി വേഷമിട്ട ആ ഗുണ്ടകൾക്ക് പണം കൊടുത്ത് അവർ സെറ്റിൽ ചെയ്യുകയാണ്. തുടർന്ന് ആ ഗുണ്ടകൾ പിന്നെ മാനസിയോട് ഞങ്ങളുടെ അഭിനയം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മാനസ നിങ്ങൾ ശരിക്കും സദാചാര ഗുണ്ടയായിട്ട് ജീവിക്കുകയായിരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസിക്ക് ഒരു കോൾ വരികയാണ്. ആന്റിയമ്മയാണ് വിളിക്കുന്നത്. തുടർന്ന് ആന്റിയമ്മ പിന്നെ മാനസിയോട് ഇന്നുണ്ടായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു, സത്യം പറയാൻ എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് മാനസ പിന്നെ ആന്റിയമ്മയോട് അയ്യോ ആന്റിയമ്മേ ആ കൺമണിയാണ് ശരി എന്ന് എനിക്ക് മനസ്സിലായിരിക്കുകയാണ്. അങ്ങനെ മാനസ തന്ത്രപരമായി ആന്റിയമ്മയും കൂടി പറ്റിക്കുകയാണ്. അങ്ങനെ ആന്റിയമ്മ കണ്ണടച്ച് മാനസയെ വിശ്വസിക്കുകയാണ്. തുറന്ന് കാണിക്കുന്ന കൺമണിയുടെ വീടാണ്. കൺമണിയുടെ വീട്ടിൽ കല്യാണ വിശേഷങ്ങളെല്ലാം ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ്. കൺമണിയുടെ അമ്മായിയുണ്ട്, ധനലക്ഷ്മിയുണ്ട്, മനോജുണ്ട്, ശ്രീനിയുണ്ട്. 4 പേരിങ്ങനെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മനോജ് പിന്നെ അച്ഛനോട് അച്ഛൻ നമുക്ക് വേഗം തന്നെ ഇന്ന് തന്നെ കൺമണിയുടെ കല്യാണത്തിനുള്ള ഹോളെല്ലാം ഇന്ന് തന്നെ ബുക്ക് ചെയ്യണമെന്ന് പറയുകയാണ്. എനിക്ക് ചിലപ്പോൾ ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വരുമെന്ന് പറയുകയാണ്. തുറന്നു കാണിക്കുന്ന മാനസിയുടെ അച്ഛൻ ജയമോനാണ്. ജയമോൻ വെറുതെ ഓഫീസിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഓരോ ഫയൽ നോക്കി അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് മാനസ വരികയാണ്. അച്ഛാ എനിക്ക് അച്ഛനോട് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ബാക്കി സ്റ്റാഫുകൾ അവിടുന്ന് പോവുകയാണ്. തുറന്ന് മാനസ പിന്നെ ജയമോനോട് അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഇല്ലേ ഒരു ജയിൽ വാർഡൻ. തുറന്ന് ജയമോൻ ആ ഫ്രണ്ടായിട്ട് എനിക്കിപ്പോൾ ടച്ച് ഉണ്ടെന്ന് പറയുകയാണ്. എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ മാനസ അയാളുടെ ഒരു സഹായം നമുക്ക് വേണം, ഇന്ന് തന്നെ വരുണെ നമുക്ക് ജയിലിൽ നിന്ന് ഇറക്കണം എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജയമോനൊന്ന് ഞെട്ടുകയാണ്. വരുൺ ഇന്ന് ഇറക്കിയിട്ട് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. തുറന്ന് മാനസ വരുണെ ഇന്ന് ജയിലിൽ നിറക്കിയിട്ട് ഒരു കാര്യമുണ്ട്. കാരണം ഇത് കൺമണിയുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ്. കൺമണിയുടെ മൈലാഞ്ചി കല്യാണമാണ് നാളെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് വരുൺ ആ സമയത്ത് കൺമണിയുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതായിരിക്കുമെന്ന് പറയുകയാണ്. കൺമണിക്ക് നല്ല 8ന്റെ പണി വരുൺ കൊടുത്തോളുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ജയമോഹൻ മനസ്സോടുകൂടി സമ്മതിക്കുകയാണ്. തുടർന്ന് ജയമോഹൻ വിളിച്ച് പറഞ്ഞതനുസരിച്ച് ജയമോഹന്റെ ആ ഫ്രണ്ടായ ആ ജയിൽ വാർഡൻ വന്നിട്ട് വരുണെ കാണുകയാണ്. ഞാൻ വിചാരിച്ച പോലെയല്ലല്ലോ, നിനക്ക് വലിയ ഹോൾഡാണല്ലോ, മേലെ നിനക്ക് നല്ല പിടിയാണല്ലോ എന്നൊക്കെ പറയുകയാണ്. എന്നുള്ളത് കേട്ട് വരുണൊന്നും തന്നെ മനസ്സിലാകുന്നില്ല. സാറിത് എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. തുറന്ന് വരുണോട് പിന്നെ ആ ജയിൽ വാർഡൻ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പൊയ്ക്കോളാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് വരുണൊന്നും ഞെട്ടുകയാണ്. അയ്യോ സാറ് ഇത് എന്താണ് പറയുന്നത്, ഞാൻ ജയിലിൽ ചാടാനാണോ എന്ന് ചോദിക്കുകയാണ്. തുറന്ന് ആ വാർഡൻ എടാ പതുക്കെ, ആരും കേൾക്കാൻ പാടില്ല, നീ ഇപ്പോൾ തന്നെ ഇവിടുന്ന് പൊയ്ക്കോളാൻ പറയുകയാണ്. എങ്ങാനും നീ പിടിക്കപ്പെടുകയാണെങ്കിൽ ഈശ്വരനെ ഓർത്ത് നീ എൻ്റെ പേര് പറയരുത് എന്ന് പറയുകയാണ്. എന്നാൽ അപ്പോഴും വരുൺ ഒരു കുന്തവും മനസ്സിലാകാതെ കണ്ണും തള്ളി നിൽക്കുകയാണ്. വരുൺ തുറന്ന് കാണിക്കുന്ന കൺമണിയുടെ വീടാണ്. കൺമണിയുടെ വീട്ടിൽ എല്ലാവരും വിശേഷങ്ങളെല്ലാം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്, കളിച്ച് രസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സാഗർ ശ്രീനിയെ വിളിക്കുകയാണ്. നല്ല ഗൗരവത്തിലാണ് വിളിക്കുന്നത്. ഞങ്ങൾ നിങ്ങളെക്കുറിച്ചൊരു കാര്യം കേട്ടല്ലോ, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം മറച്ചു വെച്ചു, നിങ്ങൾ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കുറ്റപ്പെടുത്തുകയാണെന്നാൽ അത് കേട്ട് ശ്രീനിയും കൺമണിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. സ്പീക്കർ ഫോണിലാണ് സംസാരിക്കുന്നത്. തുറന്ന് എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ് സാഗറിനോട്. തുടർന്ന് സാഗർ പിന്നെ ശ്രീനിയോട് നിങ്ങളുടെ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നാളെ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഞങ്ങളെ അറിയിച്ചില്ല എന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ അറിഞ്ഞു നാളെ കൺമണിയുടെ മൈലാഞ്ചി കല്യാണം നടത്താൻ പോകുന്ന കാര്യം. എന്നാൽ അത് കേട്ട് ശ്രീനിക്കും കൺമണിക്ക് ചമ്മൽ വരികയാണ്. ഓ ഇതായിരുന്നു കാര്യം എന്നിങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. തുറന്ന് സാഗർ നിങ്ങൾ ഞങ്ങളോടോ പറഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു പണി തരാൻ പോകുന്നുണ്ട്,
നിങ്ങൾ വിളിച്ചില്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും നാളെ ചടങ്ങിനെത്തുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ശ്രീനിക്കും കൺമണിക്കും ഒക്കെ സന്തോഷമാവുകയാണ്. സാഗർ സ്പീക്കർ ഫോണിലാണ് സംസാരിക്കുന്നത്. കൃപിയും കൃഷും സുജാതി എല്ലാം തൊട്ടപ്പുറത്തുണ്ട്. തുടർന്ന് സാഗർ പിന്നെ ശ്രീനിയോട് നാളെ ആ പരിപാടിക്കിടെ സുജാത കൺമണിക്ക് കുറെ സ്വർണ്ണാഭരണങ്ങളെല്ലാം കൊടുക്കുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് ലഡു പൊട്ടുകയാണ്. ഈശ്വര, കൺമണിക്ക് അപ്പൊ നാളെ കുറെ സ്വർണം കിട്ടുമല്ലേ, അത് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ് ധനലക്ഷ്മി. അപ്പോൾ നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സാഗർ ഫോൺ വെക്കുകയാണ്. തുടർന്ന് സാഗർ ഫോൺ വെച്ച ശേഷം സുജാത പിന്നെ സാഗറിനോട് എന്നാലും ആ പാവം ശ്രീനിയെ ഇങ്ങനെ പറ്റിക്കേണ്ടായിരുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷും അമ്മ പറഞ്ഞത് തന്നെ പറയുകയാണ്. എന്നാലും ഇത് ഇത്തിരി കടുപ്പമായി പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ സാഗർ അത് ശരി, നീയും കൃപയും പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ശ്രീനിയെ പറ്റിച്ചത്, ഇപ്പോൾ കുറ്റം മുഴുവൻ എന്റേതായോ എന്ന് ചോദിക്കുകയാണ്. മതി വാ നമുക്ക് പോയി ഉറങ്ങാമെന്ന് സാഗർ പറയുമ്പോൾ സുജാതി കൃഷ് ഇന്ന് ഇവിടെ ആരും ഉറങ്ങാൻ പോകുന്നില്ല, നമുക്ക് ഇങ്ങനെ വിശേഷം പറഞ്ഞിരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവരും കളിച്ച് ചിരിച്ച് ഇങ്ങനെ സമയം കളയുകയാണ്. തുടർന്ന് കാണിക്കുന്ന മാനസിയാണ്. മാനസ കൺമണിയുടെ അടുത്ത് പോയിട്ട് നാളെ കൺമണിയുടെ വീട്ടിൽ കൺമണിയുടെ മൈലാഞ്ചി കല്യാണമാണല്ലേ, കൺമണി എന്താണ് എന്നെ വിളിക്കാത്തതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ മേഡം, ഇതങ്ങനെ ഒരുപാട് പേരെയൊന്നും വിളിക്കുന്നില്ല, ചെറിയൊരു ചടങ്ങ് മാത്രമാണെന്ന് പറയുകയാണ്. വീട്ടുകാരും കുടുംബക്കാരും മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ അത് ശരി, അപ്പോൾ ഞാൻ കൺമണിക്ക് വേണ്ടപ്പെട്ടവരല്ല അല്ലേ, വീട്ടുകാരല്ല കുടുംബക്കാരല്ല അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി ഒന്നും തന്നെ മിണ്ടുന്നില്ല. തുടർന്ന് മാനസ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് കൺമണി മാനസിയെ വിളിക്കുകയാണ്. മാനസ മേഡം, നാളെ എൻ്റെ വീട്ടിലെ ചെറിയൊരു ഫംഗ്ഷൻ ആണ്, വൈകിയ വേളയിൽ വിളിക്കുന്നതാണെന്ന് തോന്നരുത്, മേഡവും വരണമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് മാനസ അമ്പടി കള്ളി, എൻ്റെ പ്ലാൻ ഏറ്റിരിക്കുന്നു എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് മാനസ പിന്നെ കൺമണിയോട് നീ വിളിച്ചില്ലെങ്കിലും ഞാൻ നാളത്തെ ഫംഗ്ഷൻ എന്തായാലും വരും കൺമണി, ഇതും പറഞ്ഞുകൊണ്ട് മാനസ അവിടുന്ന് പോവുകയാണ്. നാളത്തെ ഫംഗ്ഷൻ അലങ്കോലമാക്കാൻ വിളിക്കാത്ത കല്യാണത്തിന് പോകാൻ നിൽക്കുകയാണ് മാനസ. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.